അത് എന്തിനാണ് നമുക്ക് ആരാണ് സംയമയിലേക്ക് വരേണ്ടത്, ആരാണ് ഈ റീഹാബിലിറ്റേഷനിലേക്ക് വരേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഡോക്ടർ മുഹമ്മദ് റിസ്വാൻ, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ്, സംയമ റീഹാബിലിറ്റേഷൻ സെൻറ്റർ IT. റീഹാബിലിറ്റേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ വളരെ പുതിയതായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അത് എന്തിനാണ് നമുക്ക് ആരാണ് സംയമയിലേക്ക് വരേണ്ടത്, ആരാണ് ഈ റീഹാബിലിറ്റേഷനിലേക്ക് വരേണ്ടതെന്ന് വെച്ചാൽ, സ്ട്രോക്ക് പേഷ്യൻസ് അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചറി ഇതൊക്കെ കഴിഞ്ഞ് നോർമലി നമുക്കൊരു അക്യൂട്ട് കെയർ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചവർ, ഇപ്പം വീണിട്ട് ഫ്രാക്ചറായി അല്ലെങ്കിൽ ഹിപ്പ് ഫ്രാക്ചർ, നീ ഫ്രാക്ചർ അല്ലെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ്, ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ പേഷ്യൻസ്, അതല്ല എങ്കിൽ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രോക്ക് വന്ന പേഷ്യൻറ്റോ, സ്പൈനൽ കോഡ് ഇഞ്ചറി സംഭവിച്ച പേഷ്യൻറ്റോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് കഴിഞ്ഞ് ഹെഡ് ഇഞ്ചറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് ഇനീഷ്യൽ കെയർ ആണ് നമുക്ക് ഹോസ്പിറ്റൽസിൽ നിന്ന് കിട്ടുന്നത്. ഇങ്ങനെ ഡിസ്ചാർജ് ആക്കുന്ന പേഷ്യൻസിന് ചിലപ്പം ട്യൂബ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു സെർട്ടൈൻ ഫുഡ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ എക്സസൈസ് പറഞ്ഞിട്ടുണ്ടാകും. അപ്പം ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യൽ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അങ്ങനെ ഒരു ഫെസിലിറ്റിയാണ് സംയമ റീഹാബിലിറ്റേഷൻ സെൻറ്റർ. നമുക്കിവിടെ നഴ്സിംഗ് കെയർ ഉണ്ട്, നമുക്കിവിടെ കെയർ ടേക്കർ ഫെസിലിറ്റീസ് ഉണ്ട്, അതേപോലെ ട്രീറ്റ്മെൻറ്റ്സ് തരാൻ ഡോക്ടേഴ്സ് ഉണ്ട്, ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ ഉണ്ട്. ഇത്തരത്തിലുള്ള പേഷ്യൻസിന് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസാണ് നമ്മൾ സംയമ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ഒരുക്കിയിരിക്കുന്നത്.